പല ആളുകളും കൺഫ്യൂസ്ഡ് ആവുന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു കരിയർ എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ കരിയർ അസിസ്റ്റൻസ് സർവീസ് ഉപയോഗിക്കണോ, അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് പോലാണ്. പല ആളുകളും ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ഭയങ്കരമായിട്ട് മടിക്കുന്ന ആളാണ്. ഇനിവെന്തോ ഞാനും ഒരു സിറ്റുവേഷൻ വരെ അല്ലെങ്കിൽ ഒരു സാഹചര്യം വരെ എടുക്കാം, എന്തിനാ അതിന്റെ ആവശ്യം, ആ പൈസ ഇൻവെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? പക്ഷെങ്കിൽ വൺസ് ആ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് നമ്മൾ ഫേസ് ചെയ്ത് കഴിയുന്ന സമയത്ത്, നമ്മൾ കൗണ്ടറിൽ പോയിട്ട് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് റിയലൈസ് ചെയ്യുക, അന്നൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം എനിക്ക് ഫിനാൻഷ്യലി ബാധിക്കില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന പല സിറ്റുവേഷൻ വരുമ്പോൾ പല ആളുകളും അത് മനസ്സിലാക്കുന്നത്. സെയിം ഇവിടെ വെക്കുന്ന സമയത്ത് നിങ്ങൾ 5, 10, 15 ലക്ഷം കൊടുത്ത് ഇവിടെ വന്ന് പഠിച്ച്, അത്രത്തോളം പൈസ കൊടുത്ത് വന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കരിയർ ഇവിടുന്ന് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മണ്ടത്തരമായ തീരുമാനമാണ് ഈ ഒരു കരിയർ ട്രാൻസ്ഫോർമേഷൻ പോലുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് നിങ്ങൾ എവിടുന്നാണ് ചെയ്തോ, ക്യൂബെന്ന് മാത്രമല്ല എവിടുന്നാണെന്ന് ചെയ്യാം, ദാറ്റ് ഡസന്റ് മാറ്റർ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നും അറിയാത്ത വെറുതെ ഇൻസ്റ്റഗ്രാമിൽ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ ആളുകളുടെ അടുത്ത് പോവാതെ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങൾ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നല്ലാതെ ഒരിക്കലും തന്നെ അതൊരു ലോസ്റ്റ് ആയിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത്. അത് അങ്ങനെ തന്നെ നിങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം.